SNDPയുടെ ആളാണ്, NSSന്റെയും ആളാണ്, അദ്ദേഹം ഏത് അമ്പലത്തിന്റെയും ആളാണ്. അദ്ദേഹം 20 ദിവസം മുമ്പ് മരിച്ചു. എനിക്ക് ഇന്നലെ ഒരു പ്രോഗ്രാം ഇവിടെ ഹരിപ്പാട് ഉണ്ടായിരുന്നു. ആദ്യം ചെന്നത് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാ. അദ്ദേഹം മരിച്ച ദഹിപ്പിച്ച സ്ഥലത്ത് പുഷ്പാർച്ചന നടത്തി അവരോടെല്ലാം യാത്ര പറഞ്ഞ് ധന്യമായൊരു ജീവിതം 62 വയസ്സുവരെ ജീവിച്ച് ഇഹലോകവാസം വെടിഞ്ഞ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളാവാൻ നിങ്ങൾക്ക് സാധിച്ചത് പുണ്യമാണ്. അവര് തിരിച്ചു പറഞ്ഞത്, സാർ എത്രയോ പേര് കുട്ടൻ വൈദ്യന്റെ പേരിൽ കഴിഞ്ഞ 20 ദിവസമായിട്ട് ഇവിടെ വന്നു. സാറ് വന്നതിൽ സന്തോഷമുണ്ട്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിനപ്പുറത്തുള്ള ചാരിതാർത്ഥ്യമുണ്ട്. ആ കുട്ടൻ വൈദ്യനോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ടെന്ന് എനിക്ക് അവസരം കിട്ടുമ്പോൾ കാണിക്കാനുള്ള മനസ്സില്ല എങ്കിൽ പിന്നെ അങ്ങനെ ഒരു സ്നേഹവും ബഹുമാനവും എന്റെ മനസ്സിലുണ്ടായിട്ട് എന്താ പ്രയോജനം? ഈ വാക്ക് ഞാൻ നിങ്ങളോട് പറയാൻ. നമ്മളുടെ ജീവിതം യൂസ്ഫുൾ ആവണം. എന്റെ ജീവിതം എന്റെ ഭാര്യയ്ക്ക് യൂസ്ഫുൾ ആവണം, എന്റെ മക്കൾക്ക് യൂസ്ഫുൾ ആവണം. അവസാനത്തെ ശ്വാസം വരെ എന്റെ അച്ഛന്റെയും അമ്മയുടെയും ജീവിതത്തില് എന്റെ സഹോദരന്മാരുടെ ജീവിതത്തിന് യൂസ്ഫുൾ ആയില്ല എങ്കിൽ യൂസ്ഫുൾ ആണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും കൂടി ചെയ്തില്ല എങ്കിൽ ആ ബന്ധത്തിന് എന്തു പ്രയോജനമുള്ളത്? അതുകൊണ്ട് എന്റെ മുമ്പിലുള്ളവരോട് പറയുന്നു, നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവണം. നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഭാരമാവരുത്. നമ്മളുടെ ജീവിതം നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. നമ്മുടെ ജീവിതം നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ ജീവിതത്തിന്റെ ഭാഗ്യമാകണം. 3 വാക്ക്: ഭാരമാവരുത്, ഭാഗമാകണം, ഭാഗ്യമാകണം. അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടി ജീവിച്ചാൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ MBA എന്ന കോഴ്സിന്റെ ഡയറക്ടർ ഉണ്ട്, PF ഡ്രക്കർ എന്ന അദ്ദേഹത്തിന്റെ പേര്. പീറ്റർ F ഡ്രക്കർ ലോകം അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു വരിയുണ്ട്: യു ഓഫർ യുവർ നോളജ്, സ്ട്രെങ്ത് ആൻഡ് യുവർ വർക്ക് to your family, to your society and to your nation. At the end you will get the reward back. കുറച്ച് പേർക്കെങ്കിലും അർത്ഥം മനസ്സിലായോ? അതാ ഇംഗ്ലീഷിൽ പറഞ്ഞാലേ അതിന് ചൈതന്യം വരുള്ളൂ. ഇനി ഞാൻ മലയാളത്തിൽ പറയാം. നിങ്ങളുടെ സമയവും നിങ്ങളുടെ കഴിവും നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള പ്രയത്നവും നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും, സമൂഹം അദ്ദേഹം ഉദ്ദേശിച്ച സംഘടനയ്ക്ക്, ഓർഗനൈസേഷനും രാഷ്ട്രത്തിനും സമർപ്പിക്കുക. അവസാനം അതിന്റെ എല്ലാം പ്രതിഫലം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ആ സമർപ്പണ ബോധം, അതിന് ഇത്രയും വലിയ വിഷമമൊന്നുമില്ല. എന്റെ അമ്മ ജീവിതം മുഴുവനും 6 മക്കൾക്ക് വേണ്ടി ജീവിച്ചു. കണ്ണിൽ അസുഖം ഉണ്ടായിട്ടും അമ്മ പറഞ്ഞില്ല എന്റെ ഡോക്ടറെ കാണിക്കണമെന്ന്. എന്റെ അമ്മ പറഞ്ഞില്ല ബാലകൃഷ്ണ എനിക്ക് വയ്യ എന്ന് പറഞ്ഞില്ല. അന്ത്യത്തിൽ യാത്ര ചെയ്തു പോകുമ്പോ ഞാൻ അടുത്തുണ്ടായിരുന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത്. അത്രയും കാലം എന്റെ 5 സഹോദരന്മാരും അടുത്തുണ്ടായിരുന്നു. അന്ത്യയാത്രയ്ക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൈകൊണ്ട് കാണിച്ചു ഞാൻ പോവാം. 3 പ്രാവശ്യം കാണിച്ചു ഞാൻ പോവാം. എനിക്ക് ആ